ഇവിടെ നമുക്ക് ചുറ്റും വലിയ ഒരു സപ്പോർട്ട്. നിങ്ങൾക്ക് എത്ര ലോൺ വേണം, എത്ര ക്രെഡിറ്റ് വേണം, എത്ര ക്രെഡിറ്റ് കാർഡ് വേണം, എല്ലാം തരാൻ തയ്യാറാണ്. അതുകൊണ്ട് ഇതാണ് ഇവിടുത്തെ വലിയൊരു പ്രശ്നം. പക്ഷേ ജ്ഞാനമില്ലാണ്ട് ഈ ക്രെഡിറ്റ് കാർഡുകളെല്ലാം മേടിച്ച് പോക്കറ്റിട്ട് കഴിഞ്ഞാൽ ഭർത്താവിന് തോന്നും, അവളുടെ അടുത്ത് 2 ക്രെഡിറ്റ് കാർഡ് പുതിയിട്ട്, അതുകൊണ്ട് എനിക്ക് പോയിട്ട് കുറച്ച് ഗാംബ്ലിങ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ പോകാം. എനിവേ, സോ നമ്മൾ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യമാണ് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത്. ഇത് നമുക്ക് വേണ്ടി മാത്രമല്ല, ഈ വചനം പൂർത്തിയായിരിക്കുന്നു. സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഈ ഭൂമി മുഴുവൻ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട്. എനിക്കിത് ഭയങ്കര ഹരമാണ് പറയാനും ഇത് വെച്ച് പ്രാർത്ഥിക്കാനും. കാരണം ഇത് പൂർത്തിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയൊന്ന് വിശ്വസിക്കുമ്പോൾ വലിയ സന്തോഷമല്ലേ? അപ്പോൾ ഇത് ഇനി സോളമന്റെ ജ്ഞാനത്തിന്റെ പുസ്തകം വായിക്കണില്ല, എല്ലാ ദിവസവും വായിക്കണം. ഞാനത് എല്ലാ ദിവസവും വായിക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ കുറച്ച് സമയം ജ്ഞാനത്തിന്റെ പുസ്തകം വായിച്ചു. അത് അക്ഷയനിധിയാണ്. എൻ്റെ ഒറ്റമാണ്, അത് അക്ഷയനിധിയാണ്. ഒരു അത്ര മതി. ഈ ഹോൾ ഡേ അതിനെ പിടിച്ച് നമുക്ക് പന്തലിൽ കയറുന്നവർ കയറാം, ഓടി വെച്ച് കയറാം. അത് സിദ്ധിച്ചവർ ദൈവത്തിന്റെ സൗഹൃദം നേടുന്നു. ഇനി എന്താ വേണ്ടേ? അത് സിദ്ധിച്ചവർ എവിടെയാണെന്നറിയാം? 7:14. ജ്ഞാനം 7:14. ജ്ഞാനം 7:14 വായിച്ചോ. അത് മനുഷ്യർക്ക് എന്താ അക്ഷയം എന്ന് പറഞ്ഞാൽ? അതെവിടെയാണ് ആ നിധി വെച്ചിരിക്കുന്നത്? അക്ഷയമായ ആത്മാവിനല്ലേ അത് കയറാൻ പറ്റുള്ളൂ. ഈ അക്ഷയനിധി അക്ഷയനിധി നമ്മുടെ ബ്രെയിനിൽ പറ്റുമോ? നമ്മുടെ മനസ്സിൽ പറ്റുമോ? നമ്മുടെ ആത്മാവിലാണ് അത് സേവ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനി ഇത് നിങ്ങൾ കൂടുതൽ വായിക്കും, ഇപ്പൊ സമയമില്ല. ഈ അക്ഷയം എന്ന് പറയുമ്പോൾ വേറൊന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്നലെ വായിച്ചു 1 കൊറിന്ത്യസ് 15:19 പറയുന്നു, ഈ ലോകത്തിലെ മാറ്റം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ. പിന്നെ എന്താ നമ്മൾ പ്രത്യാശ വയ്ക്കേണ്ടത്? നിങ്ങളൊക്കെ എന്തിനാ ഞാൻ വന്നത്? എന്തിനാ? ഇവിടെ നിന്ന് വേഗം സ്വർഗത്തിൽ പോകാൻ കഴിച്ചിട്ടാണോ? ഇതാണ് ഇവിടുത്തെ വേറൊരു പ്രശ്നം. നമ്മൾ വാസ്തവത്തിൽ വന്നത് എന്തിന്? കുറച്ച് കാശ് കിട്ടാൻ. നമ്മുടെ ദാരിദ്ര്യം മാറണം, കുടുംബത്തിൽ എല്ലാവരുടെയും ദാരിദ്ര്യം മാറണം. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാ മാസവും പൈസ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അവരവിടെ ചെത്തി വല്ല രൂപയ്ക്കിട്ട് എൻ്റെ പെങ്ങൾ ക്യാൻഡയിൽ കൊണ്ട് പൂസായിട്ട് നടക്കണമാണ് മനസ്സിലായിട്ട്. എനിക്ക് ശരിക്കും കാണാൻ കുറേ ആൾക്കാരൊക്കെ പഠിച്ച് കഴിച്ച് സ്വർണ്ണത്തിൻ്റെ പണിവാലയിൽ രൂപയ്ക്കിട്ടുകൊണ്ട് എൻ്റെ പെങ്ങളവിടെ പിന്നെ എന്താ എനിക്ക് എല്ലാ മാസവും എനിക്ക് ഇത്ര ഡോളർ വെച്ച് അവിടെ താഴും. അതൊന്നും കുടിച്ച് കളയാനുള്ള സമയമുണ്ട്. അയ്യോ, അവനെൻ്റെ ആങ്ങളല്ലേ, അവന് കൊടുത്തില്ലെങ്കിൽ കർത്താവ് ക്ഷമിക്കുമോ? അവൻ പണിയെടുത്ത് കാശുണ്ടാക്കണം. നമ്മളിവിടുന്ന് സഹായിച്ചിട്ടാണ് അവർ ജീവിക്കേണ്ടത്. അവിടെ എല്ലാവരുടെയും വിചാരം ഇവിടെ ഇങ്ങനെ കുലുക്കി ഉണ്ടാവാം. ഡോളർ മരം, സ്വിസ് മരം, പൗണ്ട് മരം. ഇവിടെ ഈ പാവ നേഴ്സുമാര് രാപകല്ലാണ്ട് കഷ്ടപ്പെട്ട് വൈകുന്നേരം വന്ന് ചമ്മന്തി ഉണ്ടാക്കി കഴിച്ച് ജീവിക്കണ കാര്യം അറിയോ? ഒരു മാസം കിട്ടുന്ന കാശ് മോർഗേജ് അടച്ചിട്ട് എന്തെങ്കിലും കാശ് അതൊക്കെ കഴിച്ചാൽ കഴിക്കും, കാശ് കഴിച്ചു. ഇത് ആളുകൾക്ക് അറിയോ നാട്ടിൽ? പക്ഷെ അവർക്ക് നമ്മൾ ഇവിടുത്തെ പ്രശ്നം കാണിക്കരുത്. അവരെ സംബന്ധിച്ച് നമ്മൾ ടിപ് ടോപ്പാണ്. ഞാൻ പറയുന്നത് എന്തിനാണ് പറയുന്നത്? 1 കൊറിന്ത്യസ് 15:10 ഒന്ന് വായിച്ചോ. എല്ലാവരും ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരെങ്കിൽ നമ്മളെല്ലാവരെയും
അപ്പൊ ഇതിന് രണ്ട് വശമാണ്. ഒന്ന്, ഇവിടത്തെ ജീവിതത്തിന്റെ ഒരു ക്ലിയർ മാർഗരേഖയാണ് അല്ലേ? കൃത്യമായ ഒരു മാർഗരേഖ. മാർഗരേഖ എന്ന് പറഞ്ഞാൽ എന്താ ഇംഗ്ലീഷിൽ? ഒരു യാർഡ് സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു ഗൈഡ് ലൈൻ. ഇങ്ങനെ നിങ്ങളത് പിടിച്ച വചനം, ഇത് ശരിക്കും നമ്മൾ വിജയിക്കപ്പെടും. ഈ വചനം പിടിച്ച ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നത് ഈ ലോകത്തിലെ നേടാൻ വേണ്ടിയല്ല. ഇറ്റ്സ് എ വെരി ഗുഡ് പോയിന്റ്, ബട്ട് നെവർ സ്പോക്കൺ മച്ച്. നമ്മളെല്ലാം നമുക്ക് എന്ത് കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് വിസ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, PR കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, വീട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, കാർ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, കാശ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, ശമ്പളം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ ഒരു ശമ്പളവും ഇല്ലാണ്ട് കഴിഞ്ഞ 23 വർഷമായിട്ട് ഐ ആം വർക്കിംഗ് ഫോർ ദ ലോർഡ് വിതൗട്ട് എനി റെമ്യൂണറേഷൻ. എനിക്ക് ആര് റെമ്യൂണറേഷൻ തരുന്നുണ്ടാവും, പക്ഷെ ഐ ഹാവ് നോ ഷുവറിറ്റി, ബട്ട് യു ഹാവ് എ ഷുവറിറ്റി. അടുത്ത മാസം ഞാനും എൻ്റെ കുട്ടികളും ഞാനും എൻ്റെ കുടുംബവും ഞാനും എൻ്റെ ടീം അംഗങ്ങളും എങ്ങനെ ജീവിക്കും? എനിക്ക് ഏതാണ്ട് 25ഓളം പേര് എൻ്റെ ടീമിലുണ്ട്. അതുകൂടാണ് ഇത്രയും പ്രോജക്റ്റുകളും ഇതിനൊക്കെ. ഇപ്പം ഈ ഒരു മാസത്തിലേക്ക് ഒരു 12 ലക്ഷം രൂപ ഉണ്ടാക്കിയാൽ ജീസസ് ഫണ്ട് കൊടുക്കാം. ഐ ഡോണ്ട് നോ വേർ ഇറ്റ് വിൽ കം, ബട്ട് ഐ നോ ദാറ്റ് ഗോഡ് വിൽ ഡു ഇറ്റ്. Because all what I am doing is for the glory of God and for the eternity. എന്തെല്ലാം ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, ഞാൻ മരിച്ചു കഴിയുമ്പോൾ എല്ലാവരും എൻ്റെ കാസറ്റ് കൂടുതൽ കേൾക്കുമല്ലോ. കേൾക്കുമല്ലോ. ഞാൻ ജർമ്മൻകാരോട് പറയാറാണ്, അവരെല്ലാവരും നമ്മുടെ ടോക്കുകൾ എല്ലാവരും കഴിയും. അപ്പൊ ഞാനിങ്ങനെ തമാശക്ക് പറയും, ഞാൻ മരിച്ച ദിവസം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആദ്യത്തെ തോമസ് പോൾ ഇപ്പൊ നമ്മള് ഫുൾ ടെൻഷീൻ്റെ ഒക്കെ കാസറ്റ് കിട്ടുമ്പോൾ ഭയങ്കര ത്രില്ലല്ലേ? ഇല്ലേ? ഫുൾ ടെൻഷൻ നമ്മളെ സംബന്ധിച്ച് മരിച്ചോ? ഇല്ല. ഹീസ് അലൈവ് ഫോർ us. ആ ടോക്കുകൾ ഇതൊക്കെ നമുക്ക് ഭയങ്കര കൃത്യമായിട്ട് നമ്മുടെ ഉള്ളിൽ അമേരിക്കൻ. അപ്പൊ നമ്മൾ ചെയ്യണ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ മരണശേഷം ഉണ്ടാവുന്ന ഫലത്തെ ഇവിടെ വെച്ച് നമ്മളിപ്പോ കാണണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. അതല്ലേ അതിന്റെ അർത്ഥം? ഈ ജീവിതത്തിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് ഈ ജീവിതത്തിന് അപ്പുറത്തുള്ള ജീവിതത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ ഇപ്പൊ ജീവിക്കണം. അതിന്റെ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എഴുതി വെക്കാനുണ്ട് RIP, റെസ്റ്റ് ഇൻ പീസ്. കൊച്ചു തെരേസ റെസ്റ്റ് ഇൻ പീസ് ആണോ? റെസ്റ്റ് ഇൻ പീസ് എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സമാധാനമായിട്ട് ഓടിയിരുന്നാൽ മതി. റെസ്റ്റ് ഇൻ പീസ്. മദർ തെരേസ വളരെ സമാധാനമായിട്ട് അവിടെ ഇരിക്കുകയാണോ? അൽഫോൻസാമ്മ അവിടെ വെറുതെയിരിക്കുകയാണോ? വാസ്തവത്തില് ഇപ്പോഴത്തേക്കാൾ കൂടുതൽ അസൈൻമെന്റുകളാണ് മരിച്ചു കഴിഞ്ഞാൽ. ഇപ്പൊ നമുക്കിപ്പോ ഞാൻ ഇവിടെ പ്രവചനം പ്രവചിച്ചാൽ മതി ഇന്നത്തെ ദിവസം. പിന്നെ വേണമെങ്കിൽ നമ്മുടെ ടെലിവിഷനിലൊക്കെ ആൾക്കാർ കേൾക്കുന്നുണ്ടാവും. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ സാറ്റലൈറ്റിൽ നിന്ന് ഇങ്ങനെ ഭൂമിയിലേക്കും മറ്റു രാഷ്ട്രങ്ങളിലേക്കൊക്കെ അയക്കുന്ന മാതിരി ലോകം മുഴുവനിലും സൈമൾട്ടേനിയസ് ആയിട്ട് വചനം പ്രഘോഷിക്കാം. ഞാൻ എപ്പോഴും കൊച്ചുരേശയെ കുറിച്ച്, കാരണം ഞാൻ ആ ഗ്രാമത്തിൽ താമസിച്ചിട്ടുള്ളത്. അവിടെ താമസിച്ച ഒരു മാസം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അമ്മ പറയാൻ, കൊച്ചുരേശിയപ്പൂവിന്റെ രൂപം ഇവിടെ വെച്ചിട്ട് ആരും ഇവിടെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ച വരാനുള്ള ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ സമ്പൂർണ്ണമായിട്ടിരിക്കാം. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ കൊച്ചുരേശിയെ അറിയാത്തവരുണ്ടോ? പറഞ്ഞേ. ചെറുപുഷ്പല്ലി, ചെറുപുഷ്പ. ഞാൻ ആലോചിക്കുന്നു, how she became so famous in our country. ഈ ലിസ്യു വിട്ട് ആ മഠത്തിന്, മിണ്ടാമഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മിണ്ടാമഠത്തിൽ ചേർന്നാൽ പെട്ടിയിലാക്കിയിട്ടേ പുറത്തു പോകുള്ളൂ. അതാണ് മിണ്ടാമഠം. അതിനവിടെ ഒരു ഹോളുണ്ട്, ഒരു താഴെ ഫ്ലോറിൽ ഒരു ബോക്സ്.
ഈ പെട്ടി അങ്ങ് പുറത്തേക്ക് തള്ളും. അവരാരും പോകാൻ പാടില്ല. വികാരി അച്ഛനും കപ്പിയാരും 4-5 ആൾക്കാരും കൂടി വന്ന് പെട്ടി കൊണ്ടുപോയി കുഴിച്ചിടും. ഇതായിരുന്നു കൊച്ചു ത്രേസ്യയുടെ ജീവിതത്തിന്റെ അവസാനം. ആ ആള് കുറെ കുഴിച്ചപ്പോൾ അവിടെയൊക്കെ റോസാപുഷ്പത്തിന്റെ മണം ആ പ്രദേശം മുഴുവനും. അച്ഛന്മാര് പറഞ്ഞു, ബിഷപ്പുമാര് പറഞ്ഞു, കർദിനാൾമാര് പറഞ്ഞു, എന്ത് പറയുന്നത്, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അവളെ അറിയാത്ത ആളുകൾ ആരുമില്ല. എത്ര ബിഷപ്പുമാർ, എനിക്ക് അറിയാവുന്ന ഒരു ബിഷപ്പ് പറയാൻ കൊച്ചു ത്രേസ്യ കാരണം ഞാൻ അച്ഛനായി, കൊച്ചു ത്രേസ്യ കാരണം ഞാൻ ബിഷപ്പായി. എൻ്റെ വിളി തന്നെ എനിക്ക് ഭയങ്കര സംശയമായിരുന്നു. ഒരു ദിവസം കൊച്ചു ത്രേസ്യ പുണ്യ എന്നോട് രാത്രി പറഞ്ഞില്ല, യു ബിക്കം എ പ്രീസ്റ്റ്. പിറ്റേ ദിവസം രാവിലെ ഒരു കന്യാസ്ത്രീ എനിക്കൊരു സമ്മാനമായിട്ട് പറഞ്ഞു കൊച്ചു ത്രേസ്യയുടെ പുസ്തകം. അന്ന് വൈകുന്നേരം ഒരു അച്ഛനെ എന്നോട് ക്ഷണിക്കുകയാണ്. അച്ഛൻ പറഞ്ഞ് ഞങ്ങളുടെ പള്ളിയിൽ കൊച്ചു ത്രേസ്യയെ കുറിച്ചൊന്ന് പ്രസംഗം പറയണം. പിറ്റേ ദിവസം വേറൊരു സത്യം കഴിഞ്ഞപ്പോൾ കൊച്ചു ത്രേസ്യയുടെ ഒരു ഒരാൾ കൊണ്ട് എന്തോരം അച്ഛന്മാരും സിസ്റ്റേഴ്സുമാണ്. എൻ്റെ വളരെ എനിക്ക് ഇത്രയും ഈ ദൈവാനുഭവത്തിലേക്ക് വളർത്തിയതിൽ കൊച്ചു ത്രേസ്യയുടെ വലിയൊരു റോളുണ്ട്. ഞാൻ ഒരിക്കൽ കൊച്ചു ത്രേസ്യയുടെ കോൺഗ്രിഗേഷനിലെ ഒരു സിസ്റ്റേഴ്സ് ഗ്രൂപ്പിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാട്ടിലാണ് 450ഓളം സിസ്റ്റേഴ്സ്. അപ്പൊ റോസാപുഷ്പം കൊച്ചു ത്രേസ്യ റോസാപുഷ്പം ഇടൂ എന്ന് പറഞ്ഞ കൃത്യം ഒരു അനുഭവത്തില്ല. ഞാൻ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് റോസാപുഷ്പമാണ് വീട്. ഞാൻ ഇങ്ങനത്തെ റോസ് ഈ കോമ്പൗണ്ടിലൊന്നുമില്ല. I believe this. I believe. The point I want to bring home, നമുക്ക് അറിയാത്തൊരു കാര്യം അല്ലെങ്കിൽ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ അക്ഷയമായ ജ്ഞാനം നിറയ്ക്കുമ്പോൾ ഈ അക്ഷയമായ ജ്ഞാനം മാത്രമേ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാൻ ഉള്ളൂ. അലക്സാണ്ടർ ദ ഗ്രേറ്റ് പറഞ്ഞു, ഞാൻ മരിച്ചു കഴിയുമ്പോൾ എന്നെ ശവപ്പെട്ടിയിലാക്കുമ്പോൾ കൈയെല്ലാം തുറന്നിട്ടേ. കാരണം let the whole world know ഈ emperor who gained the whole victory of so many nations is not able to take care of anything. നമ്മളുടെ ഈ പരക്കപ്പാച്ചിലുകളൊക്കെ നിർത്താം. നമ്മൾ ഇപ്പൊ തന്നെ മനസ്സിലാക്കണം, ഞാൻ എന്ത് ചെയ്യും എൻ്റെ മരണശേഷം. ഇത് ഒരു നഷ്ടക്കച്ചവടമല്ല, ഇതൊരു മണി ബാക്ക് പോളിസിയാണ്. മണി ബാക്ക് പോളിസി എന്താ, ഇവിടെ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ മരിച്ചു കഴിയുമ്പോൾ നമ്മൾക്കും നമ്മുടെ കുടുംബത്തിലും മക്കൾക്കും അതിലുള്ളവർക്കൊക്കെ മണി ബാക്ക് കിട്ടും. അപ്പൊ നമ്മളിപ്പോ ഇൻവെസ്റ്റ് ചെയ്യണം. ഹൗ ഡു വി ഇൻവെസ്റ്റ്? നമ്മുടെ ആത്മാവിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ജ്ഞാനം വാങ്ങണം. ആ ജ്ഞാനം മാത്രമേ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മളോടൊപ്പം വരുന്നുള്ളൂ, നമ്മുടെ ആത്മാവിലൂടെ. അങ്ങനെ മരണശേഷം നമ്മുടെ ആത്മാവ് അക്ഷയമായ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ പൂരിതമാണെങ്കിൽ ആ അറിവ് മരണശേഷം ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങും. അതാണ് ഈശോ പറഞ്ഞത്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞു കഴിയുമ്പോൾ അത് മുളച്ച് വലുതായ ധാരാളം ഫലം പുറപ്പെടുവിക്കും. ഇത് വലിയൊരു കാര്യമാണ്. നമ്മളുടെ ഒരു ഭയങ്കര തെറ്റിദ്ധാരണ, ഈ ലോകത്തിലെ കുറെ കാര്യങ്ങളൊക്കെ നേടി എല്ലാം ഭംഗിയാക്കി നടത്തണം. അത് വളരെ മിനിമം പ്രോഗ്രാമാണ്. മറിച്ച് ഈ ലോകത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് വരാനിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ, അതായത് മരണാനന്തരമുള്ള ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിനുവേണ്ടി ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി ചെയ്യേണ്ട പ്രധാന കാര്യം ഈ ബൈബിള് മുഴുവൻ ബൈഹാർട്ടാക്കണം. കാരണം അത് നമ്മുടെ ആത്മാവിൽ കൊച്ചു ത്രേസ്യക്കെല്ലാം പുതിയ നിയമവും ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എല്ലാം ബൈഹാർട്ടായി. എൻ്റെ ടീമിൽ പാടുന്ന കുട്ടികൾ ഈ 150 സങ്കീർത്തനവും ബൈഹാർട്ട് പാടും. 150 സങ്കീർത്തനം. നാട്ടിൽ നമ്മുടെ മലയാളം ധ്യാനത്തിന് മുഴുവനും സങ്കീർത്തനങ്ങൾ പാടും. ഈ വചനം കാണാപ്പാടം പഠിക്കാം. ഞാൻ അച്ഛന്മാരെ കന്യാസിമാരെ ധ്യാനത്തിൽ പറയും, നമ്മൾ സെമിനാരിയിൽ അവരെന്താ ആദ്യം പഠിപ്പിക്കും?
പഠിപ്പിക്കേണ്ടത്. അവർ 4 ഗോസ്പലെങ്കിലും കാണാപ്പാടം പഠിപ്പിക്കണം. ഇത് നമുക്ക് പഠിക്കാം. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു വിഷയം നമുക്കുണ്ടാകട്ടെ. നമ്മൾ ഇവിടെ വെച്ച് ചിന്തിക്കേണ്ടത് മരണാനന്തരം നമുക്ക് വലിയ കാര്യം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ ആരും അവിടെ റെസ്റ്റിംഗ് പീസായി അവിടെ ഇരിക്കാൻ പോവുകയല്ല. അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ വിളി. ഒരു ക്രിസ്ത്യാനിയുടെ വിളി നമ്മൾ ആരോഗ്യനിടയ്ക്ക് പറഞ്ഞു നമ്മൾ എങ്ങനെയെങ്കിലും മരിച്ചു ഒന്ന് സ്വർഗത്തിൽ പോകാന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ നല്ല കള്ളനും സ്വർഗത്തിൽ പോയി. സ്വർഗത്തിൽ പോകുക ഇത്രയ്ക്ക് പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. Our call is to do much greater things here. എന്തിനു വേണ്ടി എനിക്ക് ആശയം പിടികിട്ടിയ പിന്നീടല്ലോ എനിക്ക് ഭയങ്കര ആവേശമാണ്. എന്ത് മരണാനന്തര ജീവിതത്തിൽ നമുക്ക് വലിയ പോസിബിലിറ്റി ഉണ്ട്. എന്തിനുള്ള പോസിബിലിറ്റി? വചനം പ്രഘോഷിക്കാനും അനേകം ആത്മാക്കളെ നേടാനുമുള്ള പോസിബിലിറ്റി. അതാണ് വിശുദ്ധന്മാർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കിയേ, ഫ്രാൻസിസ് അസീസി മരിച്ചോ? മരിച്ചു. എന്നാ മരിച്ചോ? ഇല്ല. വാട്ട് ഈസ് ഹി ഡൂയിങ്? ഹി ഈസ് വർക്കിംഗ് ത്രൂ എ പോപ്പ്. Yes or no? His wisdom is working through a pope. ഫ്രാൻസിസ് മരിച്ചു കഴിഞ്ഞ് 800 850 വർഷം കഴിഞ്ഞിട്ട് ആ ഫ്രാൻസിസിന്റെ ചൈതന്യം ഒരു പോപ്പ് സ്വീകരിച്ചിരിക്കുന്നു. ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ഉയർന്ന തലം. അപ്പൊ നമ്മൾ അൽഫോൻസാമ്മയ്ക്ക് നൊവേന ചെല്ലുന്നു, സെന്റ് ആന്റണീസിന് നൊവേന ചെല്ലുന്നു. ഇതൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമുക്കും വേണ്ടി നൊവേന ചെല്ലേണ്ട ഒരു കാലഘട്ടം ഉണ്ടാകണം. നമ്മൾ നൊവേന ചെല്ലുന്നവർ മാത്രമല്ല, അറ്റ്ലീസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം ഈ നൊവേന ചെല്ലണയിലേക്ക് അർത്ഥം എന്താ. അവർ ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ ഇപ്പൊ കൊച്ചുറേസ്യയുടെ സീരീസ് 2-3 ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്തോരെണ്ണം കാലിഡോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? കാലിഡോസ്കോപ്പ് അടുത്തത്. കൊച്ചുറേസ്യ കുഞ്ഞായിരുന്നപ്പോൾ സെലിനുമായിട്ട് ഇങ്ങനെ കളിക്കുമായിരുന്നു. അപ്പൊ പപ്പ ഒരു കാലിഡോസ്കോപ്പ് മേടിച്ചു കൊടുത്തു. കിരിക്കിരി തിരിച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ അതിനകത്തെല്ലാം ഭയങ്കര ചിത്രം. അപ്പൊ ഇവർക്ക് ഭയങ്കര ആകാംക്ഷ, എന്ത് ഇത്ര മനോഹരം ഇതിനകത്ത് സാധനം, ഇത്ര ഉള്ളൊരു സാധനമല്ലേ ഉള്ളൂ. അപ്പൊ അന്ന് പൊട്ടിച്ച് നോക്കാന്ന് വെച്ചു. നോക്കി കഴിഞ്ഞപ്പോൾ എന്താ അതിനകത്ത് കുറച്ച് കുപ്പിച്ചില്ല, പൊട്ടിയ കുപ്പിച്ചില്ല.